നമസ്കാരം. വഴി കിടന്ന അമ്മയുടെ മകനെ കെട്ടിയ നമ്മുടെ ദിയ കൃഷ്ണ മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. തന്നെ ആക്ഷേപിച്ച, തന്നെ അധിക്ഷേപിച്ച, തന്നെ ഡീഗ്രേഡ് ചെയ്ത, തന്നെ അൺസബ് ചെയ്ത എല്ലാവർക്കും ചുട്ട മറുപടിയുമായിട്ട് ദിയ കൃഷ്ണ വന്നിട്ടുണ്ട്. അഹങ്കാരി, ഞാനൊരു ചരക്കായിരുന്നു എന്ന് പറഞ്ഞ ദിയ കൃഷ്ണ വന്നിട്ടുണ്ട്. അത് വാക്കുകളിലൂടെ അല്ല മറുപടി, അടിപൊളി ഡാൻസിലൂടെയാണ് പ്രേക്ഷകർക്ക്, അവരെ എതിർത്തവർക്ക് ഡാൻസ് പിന്നീട് മറുപടി കൊടുത്തത്. നമുക്ക് ആദ്യം ആ ഒരു ഡാൻസ് കാണാം. ഡാൻസ് കാണിയതിനു ശേഷം സത്യം പറഞ്ഞാൽ അതിനു മുമ്പേ ഇതിനകത്ത് മാസീവായിട്ടുള്ള അൺഫോളോ, മാസീവായിട്ടുള്ള അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന മാസീവായിട്ട് അൺസബ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ പ്രതിഫലിക്കുന്ന ലക്ഷങ്ങൾ പോയാൽ അതിൽ പ്രതിഫലിക്കത്തുള്ളൂ എന്നുള്ളത്. പക്ഷെ മാക്സീവായിട്ട് അൺസബ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇത് ലാസ്റ്റ് ഈ പറയുന്ന യൂട്യൂബിൽ അവരൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോക്കകത്ത് വലിയ ഓട്ടമൊന്നുമില്ല, പക്ഷെ ആ വീഡിയോക്കകത്ത് ഞാൻ എല്ലാവരും പോകുന്നത് കമന്റ് വായിക്കാൻ വേണ്ടി തന്നെയാണ്. ഞാനും പോയത് അതിന് തന്നെയാണ്. കമന്റിൽ എന്താണ്? കമന്റിൽ 90% കമന്റ് ഇത് തന്നെയാണ്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരൊറ്റ കമന്റ് ഇല്ല എന്ന് മാത്രമല്ല, അതിൽ ഭൂരിഭാഗം പിന്നീട് കമന്റും ഇത് തന്നെയാണ്, അൺസബ് ചെയ്തു, ടാറ്റ ബൈ ബൈ എന്നുള്ളത്. അതുമല്ല, ഈ വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ, കമന്റ് വായിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വന്നു. നല്ല രസമാണ്, ഒരു സുഖം കിട്ടും കമന്റ് കാണുമ്പോൾ. ഇവരെ ഇത്രയും കാലം കണ്ണുമടച്ച് സപ്പോർട്ട് ചെയ്തിരുന്ന, ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലായി. അമ്മയുടെ കേസ് വന്നപ്പോൾ ഇത്രയും വലിയൊരു അഹങ്കാരി ആയിരുന്നു നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തത് എന്നൊരു തിരിച്ചറിവ് ഈ പറയുന്ന ഇവരുടെ ഫോളോവേഴ്സിന് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോൾ ഒരു സമാധാനമുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? കാരണം അത്രയ്ക്കുള്ള മാസീവായിട്ടുള്ള പിന്നീട് അൺസബ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ആദ്യം നമുക്ക് ഈ പറയുന്ന ഇവളുടെ ഈ ഒരു സാധനം, ആ ഒരു റിപ്ലൈ ഉണ്ടല്ലോ, ഒരു ഡാൻസ് റിപ്ലൈ ഉണ്ട്. ആ ഡാൻസ് റിപ്ലൈ നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു വീഡിയോ. അതായത് ഈ പറയുന്ന എന്താണ്, പ്രേക്ഷകർ അല്ലെങ്കിൽ അവരെ വിമർശിച്ചവർക്കുള്ള നീയൊക്കെ ഇല്ലെങ്കിൽ പുല്ല്, നീയൊക്കെ പോരാ, നമ്മളെന്താ ഇവിടെ അടിച്ചു പൊളിച്ചു പിന്നെ കിടക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ കമന്റ് സെക്ഷനാണ്. കമന്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കോരിത്തെരിച്ചു പോകുന്ന കമന്റ് സെക്ഷൻ ആണ്. നമുക്ക് ആ ഒരു കമന്റ് സെക്ഷൻ ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, ഡാൻസ് കമന്റ് നോക്കട്ടെ. ഓക്കെ, കമന്റ് ഫസ്റ്റ് കമന്റ് ആണ്. സ്വന്തം അമ്മയെ വഴിയെ പോയവൾ എന്ന് പറഞ്ഞിട്ടും സഹതാപം തോന്നുന്നു. അമ്മയുടെ പ്രായമുള്ള ആരെയും അമ്മ എന്ന് വിളിക്കുന്നത് ഒരു ബഹുമാനമാണ്, സംസ്കാരം. ഓക്കെ, വഴിയെ പോയ സ്ത്രീയുടെ മകനല്ലേ കൂടെയുള്ള അണ്ണാച്ചി എന്നുള്ളതാണ്. പശുവിനെ ഗോമാതാവായി കാണാനും ഭർത്താവിന്റെ അമ്മയെ വെറും ആണ്ടിയായി കാണാനും സാധിക്കണം. മനസ്സിലായോ? പശുവിനെ ഗോമാതാവ്. ഓക്കെ, അതൊരു പോയിന്റ് ആണ് കേട്ടോ, പോയിന്റ്. അവന്റെ അരയിൽ ഒരു കയറ് കൂടി കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാബറ ഡാൻസ് അത് വായിക്കാൻ പാടില്ല, അത് തെറിയാണ്. ഇറ്റ് വാസ് ബിക്കം ഡിഫിക്കൽട്ട് ടു ഓപ്പൺ ഫേസ്ബുക്ക് വിത്ത് സം ഫ്ലവേഴ്സ്. ഈസി വേ ടു മേക്കിംഗ് മണി എന്നാണ്. ഡോണ്ട് ഹാവ് ഇറ്റ് ടു യൂസ് ദെയർ ബ്രെയിൻ. ഓക്കെ, യുട്ടാപ്പിയും ഡാങ്ങിനി അമ്മയും ഷീ കവേർഡ് സിസ്റ്റർ പ്രോബ്ലം. സിസ്റ്ററിന്റെ പ്രോബ്ലം കവേർഡ് ചെയ്തു. പഴയ പോലെ കല്യാണം പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല നീ തോന്നിപ്പോയിട്ട് നേരെ ഹോപ്പ് യു ഗെറ്റ് ബാക്ക് വിത്ത് ദ സെയിം ഫയർ സൂൺ. ഇത് സപ്പോർട്ടിങ് ഉണ്ട്. ആരാണ് സപ്പോർട്ട്? അഖില നീരജ് സപ്പോർട്ടാണ്. അയ്യോ, വഴിയെ പോയവരുടെ മകൻ അല്ലേ ഇത്? വഴിയെ പോയ ഈ തടിച്ചിയുടെ കോപ്രയം നമ്മൾ കാണണോ? സന്തോഷം. വെറുതെ പോയ പെണ്ണ്. ഇതില് ഡ്രസ്സിന്റെ കളർ കളയും. ഓമി എവിടെ? സന്ദീപ് വാക്കട കോക്കട. ഒരു അമ്മയെ പറ്റി ഇത്രയും മോശമായിട്ട് വഴിയെ കിടന്ന അവന്റെ ഭർത്താവിന്റെ അമ്മയെ കുറിച്ച് വഴിയെ നിൽക്കണവൻ എനിക്ക് അമ്മയെ അച്ഛനെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അവര് മറ്റേ കോവിലിലെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞവരുടെ അതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പം
ഇവരും സ്വന്തം ഭർത്താവിന്റെ അമ്മ എങ്ങനെയായിരിക്കും കാണുന്നത്? ആ ഒരു വേവാണ്. വെരി ഗുഡ് അടി, അങ്ങനെ പറയാവൂ എന്നുള്ളത്. അശ്വിൻ ഡാൻസർ ആയിരുന്നു. അപ്പോൾ പശുവിനെ അമ്മേ അമ്മേ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ അച്ഛൻ എന്താണ് പറയുന്നത്? പശുവിനെ അമ്മ എന്ന് വിളിക്കില്ല, ഗോമാതാവെന്ന് പറയും. അപ്പൊ നിങ്ങളുടെ അച്ഛൻ എന്താണ് പറയാനുള്ളത്? അത് വലിയ കിടന്ന് വലിയ സ്വന്തം അമ്മയാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ഡാഷിന് എന്ത് പറ്റി? ഈ തരത്തിലുള്ള ഡ്രസ് ഇട്ട് ഇതുപോലെ ചെയ്യുന്നത് ശരിയല്ല. ആന്തരേ ഡ്രസ്സിന് എന്ത് കുഴപ്പം? അശ്വിൻ അമ്മയോ ഭാര്യയോ ആരാണ് ജീവിതത്തിൽ കൂടുതൽ വലുത്? അശ്വിന്റെ അടുത്ത് ചോദിക്കണം, അശ്വിനെ നിനക്ക് അമ്മയാണോ ഭാര്യയാണോ ഏറ്റവും വലുത്? വിവാഹം കഴിഞ്ഞാൽ പല പുരുഷന്മാരും നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിലുള്ള സ്ഥാനമാനങ്ങൾ. ഓക്കെ, അമ്മ ഒരു വികാരമാണെങ്കിൽ ഭാര്യ ഒരു ജീവിതമാണ്. അമ്മ നമുക്ക് ഭൂതകാലം നൽകിയവരാണെങ്കിൽ ഭാര്യ നമ്മുടെ ഭാവി പടുത്തുയർത്തുന്നതാണ്. ഇതിൽ ആരെയും ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. ഓരോരുത്തർക്കും അവരുടേതായ സ്ഥാനങ്ങൾ കൃത്യമായി നൽകിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കുടുംബത്തിലുള്ളൂ. ഈ ചോദ്യത്തിന് മുന്നിൽ പലപ്പോഴും നമ്മൾ പകച്ചു പോകാറുണ്ട്. എന്നാൽ ഇത് കുറെ ഉണ്ട്, വേണ്ട കുറെയൊക്കെ. ചാടിക്കളിക്കിട കൊച്ചുരാമ, വഴിയിൽ കിടന്ന് സ്ത്രീക്കുണ്ടായ മകൻ ഇവന് നാണമില്ലേ? അതോ ഇവന് പണിയൊന്നുമില്ലേ? ഇതാണോ വരുമാന മാർഗം? ഇത് തന്നെയാണ് വരുമാന മാർഗം. യൂട്യൂബ് ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെന്നുള്ളതാണ്. പിന്നെ യൂട്യൂബ് വെച്ച് കുറെ ഫെയിം വെച്ച് കുറെ ഓസി ടോക്ക് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ സാധനങ്ങൾ വിറ്റ് ആൾക്കാരെ പറ്റിച്ച് കുറെ പണം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആ പണം കയറി കൊഴുപ്പ് കയറുമ്പോഴാണ് ഈ ഒരു സംസാരങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ തീരുമ്പോൾ യൂട്യൂബ് ഇവരിതൊക്കെ അടിച്ചു പോയിക്കും. തീരാവുന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. നോട്ട് ഇംപ്രസ്ഡ്. ഓക്കെ, അപ്പോ വാഴ 3 ലോഡിങ്. അശ്വിനെ തന്നെയാണ് പറയണത്. ഇവളെ കാണാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഫോണിൽ അവള് ആൺകുഞ്ഞിന്റെ അമ്മയല്ലേ, മരുമകൻ വന്ന് ചേച്ചി എന്ന് വിളിക്കും. വെരി ഗുഡ് ദിയ, യു ആർ സോ ക്യൂട്ട് ദിയ. ഏത് ആംഗിളിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവന് നാണമില്ലേ? ഈ സ്ത്രീയുടെ വെറുപ്പ് കുട്ടിക്കുരങ്ങൻ നല്ലപോലെ തിന്നുന്നുണ്ട്. പാവ ഇതെല്ലാം കൂടി വാങ്ങുന്ന അവനാണ്. പിന്നെ ഒരു കാര്യം ട്രൈ സ്വന്തം അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോ തിരുത്തെങ്കിലും അല്ലെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളയാനെങ്കിലും പിന്നെ എന്തെങ്കിലും ഒരു വാല്യൂ വേണ്ടേ എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് മൊത്തം ഇതാണ്. ഇത് ഫേസ്ബുക്കിലുള്ള കമന്റ്. ഇനി കാണാനുള്ള നമുക്ക് ഈ പറയുന്ന ഇതില് യൂട്യൂബിലാണ് നമുക്ക് കാണാനുള്ളത്. യൂട്യൂബിലാണ് അമ്മയാണ്. യൂട്യൂബിൽ രാവിലെ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താ വീഡിയോ എന്താ? എ ബ്യൂട്ടിഫുൾ ഡേ അറ്റ് ഒസീൻ. ഓക്കെ, എന്തോ ആണ്. ഓക്കെ, അതിനകത്ത് ആരും കാണാൻ വേണ്ടി പോകുന്നില്ല. അതിനകത്ത് അവരെല്ലാരും ഈ പറയുന്ന കമന്റ് ബോക്സ് വായിക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധാർത്ഥം പറഞ്ഞാൽ പോകുന്നത് എന്നുള്ളത്. കമന്റ് ബോക്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അലവല മോശയുടെ നീ എന്ത് വിളിക്കണം എന്ന് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. ബട്ട് ദിയ പറഞ്ഞത് I was genuinely a big fan before, but nowadays Diya Krishna behavior feels very rude and disappointing. ഇതൊക്കെ അതല്ല നമുക്ക് നോക്കാനുള്ളത്. അൺസബ്, ബട്ട് ഞാനും അൺസബ് ചെയ്ത് പോകുന്നു. അൺസബ്സ്ക്രൈബ്ഡ് താങ്ക് യു വന്ന വഴിയെ പോകുന്ന ഒരാൾ അതിന്റെ റിപ്ലൈ നോക്ക്. കണ്ട ഫോർവാർഡ് ഓക്കെ, കണ്ട അൺസബ്സ്ക്രൈബ്ഡ് ബൈ. ഈ യൂട്യൂബ് ഒന്നും ഇല്ലെങ്കിൽ നീ ഒന്നും ഇല്ല കേട്ടോ. അത് ഒരു പരിധി വരെ സത്യമാണ് എന്നുള്ളതാണ്. അൺസബ്സ്ക്രൈബ്ഡ് വഴിയിൽ കൂടെ പോകുന്നവരുടെ വീഡിയോ ആർക്ക് കാണണം? പാസ് ചെയ്ത് കമന്റ് ഇട്ടു ബായ്. ഇതാണ് ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല. പാസ് ചെയ്ത് കമന്റ് ഇടാൻ വേണ്ടി വരുന്നവരാണ് ഇതിലും ഭൂരിഭാഗം പേരും എന്നുള്ളതാണ്. Ashwin is equal to dash Monna. Even if a boy or a girl, there must be a respect in relationship. But Diya is treating him like a slave. മോശം അങ്ങനെയൊന്നും പറയരുത്. മോശമാണ്. അശ്വിന് ട്രംപിനേക്കാൾ മുന്നേ നോബൽ പ്രൈസ് കിട്ടും. വെരി ഗുഡ്. ഹാവു ഇങ്ങനെ ഹൻസികയുടെ ഇഷ്യൂ എല്ലാവരും മറന്ന് മിഷൻ അക്കംപ്ലിഷ്ഡ്. ഓക്കെ, അൺസബ്സ്ക്രൈബ്ഡ് താങ്ക് യു. അൺസബ്സ്ക്രൈബ്ഡ് കേട്ടോ. അൺസബ് ഇത് തന്നെയാണ് ഇതിനകത്ത് കംപ്ലീറ്റ്. അപ്പൊ അതായത് ഒരു മാസീവായിട്ടുള്ള അൺസബ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്യാമ്പയിനുപരി ഇവരുടെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കും അത് പിടിക്കത്തില്ല. ഒരു അമ്മയെ സ്നേഹിക്കുന്ന എന്തോ ആയിക്കോട്ടെ, ആർക്കും ഇത് പിടിക്കില്ല. കാരണം അവർക്ക് ഈ ദിയയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, മങ്ങൾ വിളിക്കണം. പക്ഷെ എനിക്ക് ശീലം അങ്ങനെയാണ്. ഞാൻ അങ്ങനെ വിളിക്കുന്നത്, ഞാനത് വിളിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല. ഞാൻ മാമിയെന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് വളരെ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ്, ബഹുമാനത്തോടു കൂടി തന്നെയാണ് വിളിക്കുന്നത്. നിങ്ങൾ അങ്ങനെ വിളിച്ചു, ഞാൻ വിളിച്ച് ശീലിച്ചത് ഇങ്ങനെയാണ്. എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ എൻ്റെ അമ്മ വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് അത്ര താല്പര്യമുള്ളതാണ് എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നീ അവിടെ നിർത്തിയില്ല. നിർത്താതെ പറഞ്ഞു പോയ പല പ്രശ്നങ്ങളുണ്ട്. വഴി കിടന്നവര് അതിനൊരു അപ്ലോഡ് ഇതുവരെ ചെയ്തിട്ടുണ്ടോ?
ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ നാക്കന്ന് വഴുതിപ്പോയി പറഞ്ഞു. പറയത്തില്ല, കാരണം അഹങ്കാരം പിന്നെ കൊടുമുടിയിൽ കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഹങ്കാരം കുറച്ച് കുറഞ്ഞു പോയാലോ, അത് ഇഷ്ടമല്ല. അഹങ്കാരത്തിന്റെ ഞാൻ വലിയ ചിലക്കായിരുന്നു. അഹങ്കാരത്തിന്റെ കൊടുമുടി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു മാപ്പ് അല്ലെങ്കിൽ തെറ്റ് സമ്മതിക്കാനുള്ള ഒരു മനസ്സ് കാണത്തില്ല എന്നുള്ളതാണ്. അതുപോലെ അതിനുശേഷം പറഞ്ഞവര്, നീയൊക്കെ അച്ഛനും അമ്മയും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ആരെങ്കിലും പോയി വിളിച്ചോ, എനിക്ക് വേറെ. അപ്പൊ അതൊക്കെ ആര് കേട്ടാലും, ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ എൻ്റെ അമ്മായിയമ്മയെ അമ്മയെന്നാ വിളിക്കുന്നത്, ഈ പറയുന്ന അമ്മായച്ഛനെ അച്ഛനാ വിളിക്കുന്നത്. അപ്പോൾ അവരുടെ നിങ്ങൾ പറഞ്ഞതാണ് അങ്ങനെ വിളിക്കുന്നവർ തള്ളയും തമ്മിയാനും ഇല്ലാത്തവരാണ് എന്നൊരു അർത്ഥത്തിലാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വിളിക്കുന്നവർക്ക് അത് ഹെർട്ട് ആവും എന്നുള്ളത്. ഞാനിങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ മറ്റവനാണ്, അങ്ങനെയൊന്നും അല്ല. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വൈഫ് എൻ്റെ അമ്മയെ വിളിക്കുന്നത് മാമി എന്നാണ്. അപ്പൊ അവൾക്ക് അമ്മയോട് അല്ലെ എൻ്റെ അമ്മയോട് സ്നേഹക്കുറവ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ അമ്മയെന്ന് വിളിക്കുന്നതുകൊണ്ട് അവരോട് എനിക്ക് സ്നേഹം കൂടുതലുണ്ടെന്നോ അങ്ങനെ ഒരു അർത്ഥമില്ല. അതൊക്കെ അവരുടെ ചോയ്സാണ്, നമ്മൾ വളർന്ന രീതിയാണ്. അതൊക്കെയാണ്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു നിർത്താമെടുത്ത് അഹങ്കാരം ഈ പറയുന്ന തലമണ്ടയെ കയറി ഇരിക്കുമ്പോൾ വായിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ് എന്നുള്ളതാണ്. ഇപ്പം അനിയത്തി ഓൾറെഡി എയറിലാണ്. അപ്പം ഇപ്പൊ ഇപ്പം അനിയത്തിക്ക് ഒരു സമാധാനമുണ്ട്, ചേച്ചി ഉണ്ടല്ലോ എന്നുള്ളത്. ഇനി 2 കുട്ടികളുണ്ട്, അവരെങ്കിലും മര്യാദയ്ക്കിരുന്നു. 2 കുട്ടികൾ മാത്രമല്ല, അമ്മയും ഉണ്ട്. അതിന് ഒരു പരിധി വരെ ഈ സന്ധ്യാൻ വലിയ പ്രശ്നമില്ലാത്ത, എവിടെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റും, എന്തൊക്കെ സംസാരിക്കുന്നത് പുള്ളിക്കറിയാം. പക്ഷെ ഇതൊക്കെ കൈവിട്ട് പോയി. കൊച്ചിനെ വളർത്തുന്ന രീതിയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, ഏതൊക്കെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് നമുക്ക് പിന്നീട് സംസാരിക്കണം, എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം. പൈസ പണം കൂടുമ്പോൾ അഹങ്കാരം മൂത്ത് കഴിഞ്ഞാൽ അഹങ്കാരം ആപത്തിന്റെ തുടക്കം കേട്ടോ. അപ്പൊ എന്തായാലും അശ്വിനെ വിഷ് ഓൾ ദ ബെസ്റ്റ്. മറ്റവൻ രക്ഷപ്പെട്ടു കമന്റുകൾ ഇഷ്ടമാരിയുണ്ട്. ഏതോ ഒരു പഴയ ഒരു കാമുകനുണ്ടെന്ന് പറയുന്നത് 11 രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. എന്തായാലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല, അങ്ങനെയാണ് നടക്കട്ടെ. ഇത് ഈ 1.4 എന്ന് പറയുന്ന 1.3 എപ്പോഴാവും എന്നുള്ളതാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. നമുക്ക് വീണ്ടും കാണാം.